പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ നമുക്കിത് റിലേറ്റഡ് ആണ്, ജിയോസെൻട്രിക് ആൻഡ് ഹെലിയോസെൻട്രിക്. ജിയോസെൻട്രിക്കിലാണ് ടോളമി എന്ന ഒരു ഫിലോസഫി ആൻഡ് ബൈബിളിലാണ് 1800 ഇയേഴ്സ് ആ തിയറിയാണ്. സെൻട്രലില് സണ്ണ് ചുറ്റും പ്ലാനറ്റ്സ്, ഏർത്തിൽ ചുറ്റും അല്ല, സെൻട്രലില് ഏർത്ത് ചുറ്റും മറ്റേ സണ്ണ് മറ്റല്ല. അതാണ് ജിയോ ആണ് ഏർത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് കോപ്പർണിക്കസ് ആണ് ഹീലിയോസെൻട്രിക് തിയറി കൊണ്ടത്, സൺ സെൻട്രലിലും ഇപ്പോഴത്തെ തിയറി. പക്ഷെ അത് അന്ന് അവര് പുള്ളി പറയാൻ പുള്ളി പേടിയായി. ഗലീലിയോ പറഞ്ഞപ്പോ ഹൗസ് അറസ്റ്റിലാക്കി. കാരണം ഈ റിലീജിയന്റെ ഒരു കുഴപ്പമാണ്, ഡോഗ്മാറ്റിക് ആണ്, അവര് ഒരിക്കലും ചോദ്യം ചെയ്യാൻ സമ്മതിക്കില്ല. അതിന്റെ പേരിൽ ബ്രൂണോയെ കൊന്നു, ഗലീലിയോ ഹൗസ് അറസ്റ്റ് ആക്കി. ഇതൊക്കെ അത് മിഡീവൽ പീരീഡ് ആണ്. മിഡീവൽ പീരീഡില് കാത്തലിക് ചർച്ച് ഡോമിനേറ്റ് ചെയ്ത സമയമാണ്. ആ സമയത്ത് സയൻസിന് ഡാർക്ക് ഏജ് ആയി, ഒന്നും പുതിയത് കണ്ടിക്കാൻ പറ്റില്ലായിരുന്നു. അന്ന് കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആൾക്കാരിൽ കൊണ്ടുവന്നത് ഫിലോസഫേഴ്സാണ്. റിലീജിയന്റെ ഒരു കുഴപ്പം, റിലീജിയൻ നല്ലതാണ്, കാൾ മാർക്സ് പറഞ്ഞ പോലെ ഒരുപാട് ഗുണമുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല ബ്ലൈൻഡ് ഫെയ്ത്ത്. അത് വരുമ്പോൾ റീസണിങ് പോലും ഇല്ലാതെ കൊല്ലാൻ പോലും തയ്യാറാണ്. റീസണിങ് പറഞ്ഞാൽ നമ്മൾ ലോജിക് അപ്ലൈ ചെയ്യാതെ നമ്മൾ കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലാൻ പോലും തയ്യാറാണ്. ഇപ്പൊ ദാവീദ് എബ്രാം അറിയാലോ, ഒരു എബ്രാം കൊല്ലാൻ പോയില്ല, മകനെ കൊല്ലാൻ പോയില്ല. അപ്പൊ അവര് അന്ധത, ഒരു ബ്ലൈൻഡ്നെസ് വരികയാണ്. അതാണ് റിലീജിയന്റെ കുഴപ്പം. അതാണ് കാൾ മാർക്സ് എതിർത്തത്. ഇപ്പൊ എല്ലാവരും എത്തീസം പറഞ്ഞാണല്ലോ, പക്ഷെ റിലീജിയനിൽ പോസിറ്റീവ് ഉണ്ട്. പോസിറ്റീവ് മാത്രം പോസിറ്റീവ് എടുക്കാൻ അറിയണം. പിന്നെ വരുന്ന ഒരു ടോപ്പിക്കാണ് എക്സ്പാൻഷൻ തിയറി. ഈ എക്സ്പാൻഷൻ തിയറിനെ പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ പണ്ട് ആൾക്കാർ വിചാരിച്ചത് യൂണിവേഴ്സ് സ്റ്റാറ്റിക് ആണ് വിചാരിച്ചത്, എക്സ്പാൻഷൻ ഒന്നും ഇല്ലെങ്കിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ഐൻസ്റ്റൈൻ കോസ്മോളിക് കോൺസ്റ്റന്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് ഫ്രീഡ്മാൻ പറഞ്ഞ ആളാ പറഞ്ഞ യൂണിവേഴ്സ് എക്സ്പാൻഡ് ചെയ്യാൻ തിയറിറ്റിക്കലി പറഞ്ഞു. അത് എക്സ്പെരിമെന്റലി ഹബിൾ പ്രൂവ് ചെയ്തു, എഡ്വിൻ ഹബിൾ പ്രൂവ് ചെയ്തപ്പോഴാണ്. അങ്ങനെയാണ് ആ കോസ്മോളിക് കോൺസ്റ്റന്റ് പുള്ളി മാറ്റിയിട്ട് അത് ഡാർക്ക് എനർജിയെ മാറ്റിയത്. ഇപ്പൊ ഡാർക്ക് എനർജി 70% ഡാർക്ക് എനർജി ആണ്, 25% ഡാർക്ക് മാറ്റർ ആണ്, 5% മാറ്റർ ആണ് പറയാം. ഡാർക്ക് എനർജി ആണ് ഇങ്ങനെ റിപ്പിൾ ചെയ്ത് പോണ എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ തിയറിറ്റിക്കലി പറഞ്ഞത് ഫ്രീഡ്മാൻ ആണ്. അന്ന് അത് ഐൻസ്റ്റൈൻ എതിർത്തു, പലരും എതിർത്തു. എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത ഹബിളാണ്. ഒരു ഫോർമുലയിലുണ്ട് V=HR പറഞ്ഞ, ഇങ്ങനെ 1919 കണ്ടുപിടിച്ചത് യൂണിവേഴ്സ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന. അപ്പൊ പക്ഷെ ഐൻസ്റ്റൈനിൽ വളരെ ഇന്റലക്ച്വൽ ഇന്റഗ്രിറ്റി ഹോണസ്റ്റ് ഉള്ള, അതിലപ്പൊ തന്നെ കോസ്മോളിക് കോൺസ്റ്റന്റ് എത്താൻ മാറ്റുകയും ചെയ്തു. വളരെ ഹോണസ്റ്റി ഉള്ള ആളായിരുന്നു. അപ്പൊ ഈ തിയറി വരുന്നവരെ നമ്മളുടെ ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് വിചാരിച്ചത്. ചിലർ പറയുമ്പോൾ മൈത്രി പോലെ ആൾക്കാർ പറയും യൂണിവേഴ്സ് ബിഗിനിങ് ഇല്ല, യൂണിവേഴ്സ് ഉള്ളതാണ്. അത് തെറ്റായ തിയറിയാണ്. യൂണിവേഴ്സ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന് ബിഗിനിങ് പുള്ളി സംസാരിക്കുമ്പോൾ പുള്ളിയെ സമ്മതിക്കില്ല. യൂണിവേഴ്സ് ഉള്ളതാണ് ഇങ്ങനെ പറയാൻ പറ്റും. അതേ ഉള്ളതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അതിന് ബിഗിനിങ് ഇല്ല. പിന്നെ വേറെ എനർജി സ്റ്റേറ്റ് ക്രിയേറ്റ് നോട്ട് ഡിസ്ട്രോയ് എന്ന് പറയും. അവിടെ എനർജിക്ക് ഒരു ക്രിയേഷൻ വേണ്ട, ഒരു സ്റ്റാർട്ടിങ് വേണ്ട, നമുക്ക് ചിന്തിച്ചൂടെ. പക്ഷെ പല ചോദ്യം നമുക്ക് ഉത്തരവില്ല. പല ഇങ്ങനത്തെ പല ലൈഫ് ആഫ്റ്റർ ഡെത്ത്, അല്ലെങ്കിൽ ദൈവം ഉണ്ടോ ഇല്ലയോ. ഇപ്പൊ പല ആൾക്കാരും സയൻസ് വെച്ച് ദൈവം ഇല്ലെന്ന് പറയും. അത് ശരിയായ തിയറിയല്ല. ഇപ്പൊ ഹോക്കിംഗ് എത്തീസ്റ്റ് ആയിരുന്നു, പക്ഷെ ഐൻസ്റ്റൈൻ സയന്റിഫിക്കലി ഗോഡ് എക്സ്പ്ലെയിൻ ചെയ്തത്.